Good morning, dear students. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് അതിൻ്റെ ഓപ്പറേഷൻസ് ആയ ഇൻ്റർസെക്ഷൻ, യൂണിയൻ, ഡിഫറൻസ് എന്ന് പറയുന്ന 3 ഓപ്പറേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് തന്നെ നമ്മളൊരു പാർട്ട് നമ്മൾ പറഞ്ഞു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാണുന്ന ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ്, പക്ഷേ നമുക്കത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള സംഗതിയാണ്, പക്ഷേ നമ്മൾ ചെറിയൊരു അശ്രദ്ധ പോലും ഇതിനകത്തുള്ള ഫുൾ മാർക്ക് നമുക്ക് കളയാനുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 4 സെറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് 1 2 3 4, ബി എന്ന് പറയുന്ന സെറ്റ് 3 4 5 6, സി 5 6 7 8 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു 7 8 9 10. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി വേണം, എ യൂണിയൻ സി വേണം, ബി യൂണിയൻ സി വേണം, ബി യൂണിയൻ ഡി വേണം, എ യൂണിയൻ ബി യൂണിയൻ സി വേണം, ബി യൂണിയൻ സി യൂണിയൻ ഡി വേണം. ലെറ്റ്സ് ചെക്ക്. നമുക്ക് ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷനകത്ത് എല്ലാ ഓപ്പറേഷൻസും യൂണിയനാണ് ആണല്ലോ. എന്താണ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 സെറ്റുകൾ തമ്മിലുള്ള യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സെറ്റിനകത്തുള്ള എലമെൻസുകളും കൂടി ചേർത്ത് ഒറ്റ സെറ്റാക്കി എഴുതുക. അതാണ് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി ആണ്. എ എന്താ പറഞ്ഞിരിക്കുന്നത് 1 2 3 4 എന്ന് പറയുന്ന സെറ്റ്. ബി എന്താണ് പറഞ്ഞിരിക്കുന്നത് 3 4 5 6 എന്ന് പറയുന്ന സെറ്റ്. അപ്പം ഈ കാണുന്ന സെറ്റിനകത്തുള്ള എലമെൻസും ഈ കാണുന്ന സെറ്റിനകത്തുള്ള എലമെൻസും കൂടി ചേർത്തുകൊണ്ട് ഒരു സിംഗിൾ സെറ്റാക്കി എഴുതുക അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ യൂണിയൻ ബി സിക്കിട്ട് നമുക്കിവിടെ കിട്ടുന്നതാണ് 1 2 അല്ലേ. ഇവിടെ 3 ഉണ്ട്, 4 ഉണ്ട്, ഇവിടെ 3ഉം 4ഉം ഉണ്ട്. പക്ഷെ നമ്മൾ ആൾറെഡി ആദ്യത്തെ സെറ്റിനകത്ത് 3ഉം 4ഉം വന്നിരിക്കുന്നത് കൊണ്ട് അത് നമ്മളൊന്നും കൂടി എഴുതേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാബുലാർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിലാണെങ്കിൽ എലമെൻറ്റ്സ് കനോട്ട് ബി റിപ്പീറ്റഡ്. എലമെൻറ്റ്സുകളൊന്നും റിപ്പീറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് എഴുതാം 1 2 3 4. ഇനി വീണ്ടും 3 4 കൂടി എഴുതേണ്ട കാര്യമില്ല. ഇനിയുള്ള ബാലൻസ് ഉള്ളത് 5 പിന്നെ 6. അപ്പോൾ ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. മാട്ടപ്പെട്ട് എ യൂണിയൻ സി. എയും സിയും തമ്മിലുള്ള യൂണിയൻ. എയും സിയും തമ്മിലുള്ള യൂണിയൻ എന്ന് പറയാൻ നേരത്തെ നമുക്കിവിടെ ആരും പറ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇനി ഇവിടെ 5 ഉണ്ട്, 6 7 8 അല്ലേ. ഈ സെറ്റിനകത്തെയും ഈ സെറ്റിനകത്തെ എലമെൻസുകൾ ചേർത്ത് ഒറ്റ സെറ്റാക്കി എഴുതിയിരിക്കുന്നു. ഇനി മൂന്നാമത് ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ന് പറയുന്ന നേരത്തെ ഇവർ തമ്മിലുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരും വരെ പറയാൻ നോക്കിയാണ് 3 4 5 6 വീണ്ടും 5 6 വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. പിന്നെ ബാലൻസ് ഉള്ളത് 7ഉം 8. അടുത്ത് ബി യൂണിയൻ ഡി ആണ്. ബി യൂണിയൻ ഡി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സെറ്റും ലാസ്റ്റ് ഡി എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും പറ 3 4 5 6 പിന്നെ ഇനിയുള്ളത് 7 8 9 10. ഞാനിവിടെ ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുമ്പോഴും നിങ്ങൾ മനസ്സിൽ എന്ത് വേണം, ഇത് പറഞ്ഞു നോക്കണം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 2 സെറ്റുകൾ തമ്മിൽ യൂണിയൻ എടുക്കുമ്പോൾ വരുന്ന എലമെൻസുകൾ ഏതൊക്കെയാണെന്നുള്ള ഐഡിയ നമുക്കുണ്ട്. ആ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഓരോ സെറ്റിൻ്റെ ആൻസർ, ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ പറയുമ്പോഴും ആ സെറ്റിനകത്തുള്ള വരുന്ന എലമെൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. ഇവിടെ 3 സെറ്റുകൾ വന്നിരിക്കുന്നു. 3 സെറ്റുകൾ വരുമ്പോൾ ആ 3 സെറ്റിനകത്തുള്ള എലമെൻസുകളും ചേർത്തുകൊണ്ട് നമ്മൾ ഒറ്റ സെറ്റാക്കി എഴുതണം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, നമുക്ക് എയിൽ സ്റ്റാർട്ട് ചെയ്യാം. എയിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സെറ്റ് സ്റ്റാർട്ട് ചെയ്തു 1 2 3 4. നമുക്ക് ധൈര്യപൂർവ്വം എഴുതാം. സെക്കൻഡ് സെറ്റ് വരുന്ന സമയത്ത് ബി ആണ്. അവിടെ 3ഉം 4ഉം ഓൾറെഡി ഫസ്റ്റ് സെറ്റിനകത്ത് വന്നിട്ടുണ്ട്. അതൊന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ സെക്കൻഡ് സെറ്റിനകത്തുള്ളത് 5ഉം 6ഉം ആണ്. സോ നമ്മൾ 5ഉം 6ഉം എഴുതി. ഇനി തേർഡ് സെറ്റ് വന്ന സമയത്ത് അവിടെയും ഈ പറഞ്ഞ രീതിയിൽ 5ഉം 6 എന്ന് പറയുന്ന 2 എലമെൻസുകൾ ആൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒന്നുകൂടി എഴുതേണ്ട കാര്യമില്ല. ഇനി ബാലൻസ് ഇവിടെ ഉള്ളത് 7ഉം 8ഉം ആണ്. സോ അതുകൊണ്ട് നമ്മൾ ചേർത്ത് 7 8. ഇനി ബി യൂണിയൻ സി യൂണിയൻ ഡി. അടുത്ത 3 സെറ്റുകൾ തമ്മിലുള്ള യൂണിയൻ. അപ്പോൾ അവിടെ നമ്മൾ നോക്കണം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതാണ്, ബി എന്ന് പറയുന്ന സെറ്റിനകത്താണ്. ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. നമുക്ക് ധൈര്യപൂർവ്വം എഴുതാം. ഇനി സിയിൽ 5ഉം 6ഉം ആൾറെഡി ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബാലൻസ് ഉള്ളത് 7ഉം 8ഉം ആണ്.
ലാസ്റ്റ് ഡി എന്ന് പറയുന്ന സെറ്റിനകത്ത് 7ഉം 8ഉം എന്താണ് ആൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളത് 9ഉം 10ഉമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബി യൂണിയൻ സി യൂണിയൻ ഡി എന്ന് പറയുന്നത് 3, 4, 5, 6, 7, 8, 9, 10 കിട്ടി. ഓക്കെ, ഇനി ഇതേ കേസ് തന്നെ, ഇതിപ്പോൾ ഞാൻ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സെറ്റുകൾക്ക് യാതൊരു മാറ്റവും ഇല്ല ഈ ക്വസ്റ്റിനകത്തുള്ള, പക്ഷേ ഓപ്പറേഷൻ മാറുന്നു. ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിയൻ്റെ പ്ലേസിൽ എന്തായിട്ട് മാറുന്നു? ഇൻ്റർസെക്ഷനായിട്ട് മാറുന്നു. അതിന് യൂണിയൻ്റെ പ്ലേസിൽ ഇൻ്റർസെക്ഷൻ വരികയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച്? നമുക്ക് നോക്കാം. ഇതേ സെറ്റുകൾ തന്നെയാണ് നമ്മൾ അവിടെയും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഈ ഒറ്റ ക്വസ്റ്റിന് തന്നെ നമ്മൾ മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് എ യൂണിയൻ ബി ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു സെറ്റുകൾക്ക് മാറ്റമില്ല, ഓൺലി ഓപ്പറേഷൻ ഈസ് ചേഞ്ചർ ഫ്രം യൂണിയൻ ടു ഇൻ്റർസെക്ഷൻ. യൂണിയനിൽ നിന്ന് ഇൻ്റർസെക്ഷനിലോട്ട് മാറും. അപ്പോൾ എ യൂണിയൻ ബി ആണെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഫസ്റ്റ് വി ഹാവ് ടു ഗെറ്റ് ദ ഐഡിയ വാട്ട് യു മീൻ ബൈ ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. എന്താണ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുന്നത്? രണ്ട് സെറ്റുകൾ നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ദേ ആർ ദ സെറ്റ് ഓഫ് ആൾ എലമെൻറ്റ്സ് വിച്ച് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സുകളുടെ സെറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, എയും ബിയും ദാ ഇവിടെയുണ്ട്. ഈ രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരേ കണക്ക് വന്നിരിക്കുന്ന എലമെൻറ്റ്സുകൾ ആരൊക്കെയാണുള്ളത്? 1 ഇവിടെ ഉണ്ട്, പക്ഷേ 1 ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. 2 ഉണ്ട്, ഇവിടെയുണ്ടോ? ഇല്ല. പക്ഷെ 3 ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 4 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ ഈ രണ്ട് എലമെൻറ്റ്സുകൾ മാത്രമേ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്നുള്ളൂ. ആ രണ്ട് എലമെൻറ്റ്സുകളെ മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് എ ഇൻ്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് സെറ്റ് 3, 4. സിമിലർലി നമുക്ക് ഓരോ ഇത് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ ഇൻ്റർസെക്ഷൻ സി ആണ് പറയുന്നത്. എയും സിയും അവിടെ നോക്കിക്കാണ്ടേ, എയിൽ 1, 2, 3, 4 എന്ന് പറയുന്ന എലമെൻറ്റാണ്. സിയിലാണെങ്കിൽ 5, 6, 7, 8 എന്ന് പറയുന്ന എലമെൻറ്റുമാണ്. ഇവിടെ അടുത്ത് കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെൻറ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് എലമെൻറ്റ്സുകൾ ഇല്ലെങ്കിൽ നമ്മൾ ആ സെറ്റുകൾ നമ്മളൊരു പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ദേ ആർ നോൺ ആസ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് അല്ലേ? അങ്ങനെ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ്സ് ഇൻ്റർസെക്ഷൻ ഈസ് ആൾവേസ് നൾ സെറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എ ഇൻ്റർസെക്ഷൻ സി നമ്മളൊന്നും വേണ്ട, നൾസെറ്റിൻ്റെ സിമ്പിൾ കൊടുത്താൽ മതി. നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നൾസെറ്റിന് നമ്മൾ മറ്റൊരു സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫൈ എന്ന് പറയുന്ന സിമ്പിൾ. ആ ഫൈ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ കൊടുക്കാം. ഓക്കെ, now let's consider B union C here. So we have to find out B intersection C. So that is third question. B intersection C is equal to B യും C യും. Let's find out the common elements there. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ കഴിയും. ആരൊക്കെയാണ്? 5ഉം 6ഉം. ഇവിടെയും 5ഉം 6ഉം ഉണ്ട്. ബാക്കി 4 എലമെൻറ്റ്സുകൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എലമെൻറ്റ്സുകൾ എന്ന് പറയുന്നത് 5, 6 ആണ്. അത് നമ്മൾ സെറ്റാക്കി എഴുതും. Now let's find out B intersection D. Fourth question, B intersection D. What is B intersection D? ഇവിടെ B ഉണ്ട്, ഇവിടെ D ഉണ്ട്. See, here also no elements are common to both B and D. അപ്പോൾ ബിയിലും ഡിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ല. സോ ദേ ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഇഫ് ദേ ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് then we know that their intersection is null set. So we can write null set or അവിടെ പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാം ഇൻ്റർസെക്ഷൻ ഈസ് ആൾവേസ് null set. ഓക്കെ, now we have to find the intersection of 3 sets. 3 സെറ്റുകൾ. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി യൂണിയൻ സി ആയപ്പോൾ നമ്മൾ എടുത്തത് എയിലും ബിയിലും സിയിലുള്ള എല്ലാ എലമെൻറ്റ്സും ചേർത്ത് ഒറ്റ സെറ്റാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഇൻ്റർസെക്ഷൻ വരുമ്പോൾ നമ്മൾ വേണ്ടത് എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന അല്ലേ, എയിലും ബിയിലും സിയിലും, അതാണ് അതായത് ഇൻ്റർസെക്ഷൻ. ആൻഡ് എന്ന് പറയുന്ന മീനിങ്ങിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലമെൻറ്റ്സുകൾ. അപ്പോൾ നമ്മൾ നോക്കണം, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. ഈ 3 സെറ്റിനകത്തും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ 1, ഇവിടെ 3ഉം 4ഉം ഇതിൻ്റെ രണ്ടിലും കോമൺ ആണ്. പക്ഷേ ഈ 3ഉം 4ഉം ഇവിടെ കോമൺ അല്ല. ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എയിലും ബിയിലും സിയിലും 3ലും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും, ഈ കാണുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് അവിടെ നമുക്ക് കോമൺ എലമെൻറ്റ്സുകൾ ഒന്നുമില്ല. ഒരൊറ്റ എലമെൻറ്റ് പോലും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ഒക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൾ സെറ്റ്. ഓക്കെ, ഇല്ല നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വഴിയുണ്ട്. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ, സെറ്റ് 3, 4 അല്ലേ. ഇനി സി എന്ന് പറയുന്ന സെറ്റ് നമുക്കറിയാം. സി എന്ന് പറയുന്ന സെറ്റ്
5, 6, 7, 8 ആണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സെറ്റിനകത്ത് കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ്. ഈ രണ്ട് സെറ്റിനകത്ത് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? നെവർ. സോ നമുക്കറിയാം അവിടെ നിന്ന് നൾ സെറ്റ്. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ നമ്മൾ എഴുതുക, അതിനുശേഷം ആ സെറ്റും മൂന്നാമത്തെ സെറ്റുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുക. അങ്ങനെ കണ്ടുപിടിച്ചാലും മതി. സിമിലർലി യു ക്യാൻ ഡു ദ പ്രോബ്ലം ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളതും കൂടി ചേർത്ത് എഴുതിയാൽ മതി. അത് ഞാനിപ്പോൾ ഒന്നും പറഞ്ഞു തരുന്നില്ല. ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും സിയും ഡിയും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 3 സെറ്റുകൾ നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്വല്പം ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ അതിനെക്കാട്ടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ്. യഥാർത്ഥം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യമേ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ കഴിയുന്ന സംഗതികളാണ്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഗ്രൂപ്പിൽ കൂടി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസുകൾ ഞാൻ തരുന്നതാണ്. ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്റർ തീരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് ഞാൻ തരും. അതിനോടൊപ്പം തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ എന്ത് ചെയ്യും, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റായിട്ട് ഞാൻ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനൊക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി? അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് 2 ഓപ്പറേഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇൻ്റർസെക്ഷനും വന്നിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റിനകത്ത് തന്നെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനും വന്നിട്ടുണ്ട്, യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ കാണുന്ന ഓപ്പറേഷൻ, അതായത് ബ്രാക്കറ്റിനകത്ത് വന്നിരിക്കുന്ന ഓപ്പറേഷൻ, അതായത് ബി യൂണിയൻ ഡി ആണല്ലോ, അത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. വാട്ട് അബൌട്ട് ബി യൂണിയൻ ഡി? എന്താ ബി യൂണിയൻ? സോ ബിയും ഉണ്ട് ഡിയും ഉണ്ട്. അവർ തമ്മിലുള്ള യൂണിയനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ്, 2 സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒറ്റ സെറ്റാക്കി മാറ്റി എഴുതുന്നതാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 7, 9, 11, 13, അടുത്ത 15, 17. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു സെറ്റായി. ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ നടത്താം. ബിക്കോസ് ബി യൂണിയൻ ഡി എന്ന് പറയുന്ന ഒരു സിംഗിൾ സെറ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് ആരുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ, എയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ. സോ നൗ ദെയർഫോർ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി ഇസ് ഈക്വൽ ടു, ഓക്കെ ആണ്ട്രേ, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. എ എന്ന് പറയുന്നത് 3, 5, 7, 9, 11 ആണ്. ബി യൂണിയൻ ഡി എന്ന് പറയുന്നത് ഈ കാണുന്ന സെറ്റുമാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലമെൻറ്റ്സുകൾ ആരൊക്കെയാണ്? 7 എന്ന് പറയുന്ന രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്, 9 ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്, 11 ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് ഈ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒറ്റ സെറ്റാക്കി എഴുതാം, 7, 9, 11. ആക്ച്വൽ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി എന്ന് പറഞ്ഞിരിക്കുന്നതും ഞാനൊരു കാര്യം ചെയ്യുന്നു. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഡി, ഈ കാണുന്ന റിസൾട്ടും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്ന് എഴുതാം. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ നമുക്ക് നോക്കാം. 3, 5, 7, 9, 11. ഇവിടെ 7, 9, 11, 13 ആണ്. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലമെൻസുകൾ എന്ന് പറയുന്നത് 7, 9, 11 ആണ്. ഇനി എ ഇൻ്റർസെക്ഷൻ ഡി, വാട്ട് അബൌട്ട് എ ഇൻ്റർസെക്ഷൻ ഡി? എയും ഡിയും കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല, നൾ സെറ്റാണ്. നമുക്ക് നോക്കാം, വാട്ട് അബൌട്ട് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഡി? അതായത് 7, 9, 11 എന്ന് പറയുന്ന സെറ്റും നൾ സെറ്റും തമ്മിലുള്ള യൂണിയൻ. അവർ തമ്മിലുള്ള യൂണിയൻ എന്ന് പറയുന്ന നേരത്തെ നൾ സെറ്റും ഒരു സെറ്റുമായിട്ടുള്ള യൂണിയൻ എന്ന് പറയുന്നത് എപ്പോഴും ആ സെറ്റ് തന്നെ ആയിരിക്കും. സോ ഇറ്റ് ബിക്കം 7, 9, 11. ഓക്കെ. സോ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് ആർക്ക് ഈക്വലായിട്ട് മാറി? 7, 9, 11 ഈക്വലായിട്ട് മാറി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്ന എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? സെറ്റ് 7, 9, 11 തന്നെയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പുറത്ത് കിടക്കുന്ന ആളിനെ അകത്ത് കൊണ്ടുപോയി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഒന്നുണ്ട് ഈ ഓപ്പറേഷനകത്ത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഡി.
സംടൈംസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇതേ കണക്ക് തന്നിട്ട് വി ഹാവ് ടു വെരിഫൈ ദാറ്റ്. ക്വസ്റ്റൻ ഇങ്ങനെയാണ്, വെരിഫൈ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഡി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എ ഇൻ്റർസെക്ഷൻ ബി എഴുതണം, എ ഇൻ്റർസെക്ഷൻ ഡി എഴുതണം, ഇവർ തമ്മിലുള്ള യൂണിയൻ നമ്മൾ ഒരു സെറ്റാക്കി എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഓപ്പറേഷൻസുകൾ നടത്തിയിരിക്കുന്ന സെറ്റുകൾ തമ്മിൽ വീണ്ടും ഇൻ്റർസെക്ഷൻ നടത്തണം. അതായത് ഇവിടെ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ, ഇവിടെ യൂണിയൻ ഓപ്പറേഷൻ നടത്തി രണ്ട് ഡിഫറൻ്റ് ആയുള്ള സെറ്റ്സുകളുണ്ട്. ആ രണ്ട് സെറ്റുകളെ ബ്രാക്കറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന സെറ്റുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കും. സോ അതിന് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇവിടെയുള്ള ഓരോ എലമെൻറ്റുകളും അല്ലെങ്കിൽ ഓരോ സെറ്റുകളും നമ്മൾ എഴുതും. എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ വി ആൾറെഡി സീൻ ദാറ്റ് ഇറ്റ് ഈസ് 7, 9, 11. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ഇനി ബി യൂണിയൻ സി, ബിയും സിയും തമ്മിലുള്ള യൂണിയൻ, ബിയും സിയും തമ്മിലുള്ള യൂണിയൻ എന്ന് പറയാൻ നേരത്ത് 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്, പിന്നെ ഇവിടെ ബാലൻസ് ഉള്ളത് ഒരു 15 ആണ്. അതും കൂടി നമ്മൾ വാട്ട് അബൌട്ട് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, ഇവർ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ, ഈ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 7 കോമൺ ആയിട്ടുണ്ട്, 9 കോമൺ ആയിട്ടുണ്ട്, 11 കോമൺ ആയിട്ടുണ്ട്. സോ ആ 3 എലമെൻസുകൾ മാത്രമേ നമുക്ക് എഴുതാനൊക്കത്തുള്ളൂ. സോ ദാറ്റ് ഈസ് 7, 9, 11. ഓക്കെ, നോ വാട്ട് അബൌട്ട് എ യൂണിയൻ ഡി? തേർഡ് ക്വസ്റ്റ്യൻ, എ യൂണിയൻ ഡി, എയും ഡിയും തമ്മിലുള്ള യൂണിയൻ പറഞ്ഞാണ്ടേ ഇങ്ങനെ വരും. 3, 5, 7, 9, 11, ഫൈനലി 15, 17. ഓക്കെ, കാരണം ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മുടെ അടുത്ത് എഴുതേണ്ടി വരും യൂണിയൻ എഴുതുന്ന സമയത്ത്. അടുത്ത ബി യൂണിയൻ സി ആൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 7, 9, 11, 13, 15 ആണല്ലോ. അങ്ങനെയൊക്കെ ഇവർ നമ്മളെ ഇൻ്റർസെക്ഷൻ. സോ എ യൂണിയൻ ഡി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു, ഇവർ നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇവർ നമ്മൾ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്, കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സുകൾ എന്ന് പറയുന്നത് 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്, 15 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റ്സുകൾ തമ്മിൽ ഓപ്പറേഷൻ നടത്തിയിട്ട് ആ കാണുന്ന സെറ്റ്സുകൾ തമ്മിൽ വീണ്ടും മറ്റൊരു ഓപ്പറേഷൻ പറയുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഓരോന്നിനെയും നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണോ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ അത് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഒരു വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്ന ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ യൂണിയനിലുള്ള ഓപ്പറേഷൻസ്, യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇൻ്റർസെക്ഷൻ ഡിസ്കസ് ചെയ്തു, ഇനി യൂണിയനും ഇൻ്റർസെക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോബ്ലംസുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസിൻ്റെ പ്രോബ്ലംസാണ്. അപ്പോൾ നമുക്കിവിടെ 4 സെറ്റുകൾ നമുക്ക് പറയുന്നുണ്ട്. എയും ബിയും സിയും ഡിയും. ഈ കാണുന്ന 4 സെറ്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 5 ഓപ്പറേഷൻസുകളാണ്, ഡിഫറൻസിലുള്ള 5 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എ മൈനസ് ബി. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റ് നമ്മൾ ഡിഫറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ സെറ്റിൽ നിന്ന് ഈ 2 സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സുകളെ എടുത്ത് കളയുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എ മൈനസ് ബി നമ്മളടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണോ ആ എലമെൻറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ഔട്ട് ചെയ്തും കളയുക, ബാക്കിയുള്ള എലമെൻറ്റ്സുകൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ എയും ബിയും നമുക്ക് നോക്കാം. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സുകൾ ആരൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏതെങ്കിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സുകൾ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. ആരാണ്? 12 രണ്ടിടത്തും കോമൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എ മൈനസ് ബി നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന 12 എന്ന് പറയുന്ന സെറ്റ് അങ്ങ് ഒഴിവാക്കുക, ബാക്കിയുള്ള എലമെൻറ്റ്സുകളുടെ സെറ്റ്. സോ എന്തായിട്ട് മാറും അത്? 3, 6, 9, 15, 18, 21. അടുത്തത് എ മൈനസ് സി നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സുകൾ ആരൊക്കെയാണെന്ന് നോക്കുക. അവിടെ എയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് 6 ഉണ്ട്, പിന്നെ അവിടെയും 12 ഉണ്ട്, പിന്നെ വേറെ എലമെൻറ്റ്സുകളൊന്നുമില്ല അല്ലേ? ഇല്ല, 6ഉം 12ഉം മാത്രമേ ഈ 2 എയിലും സിയിലും കോമൺ ആയിട്ട് വരുന്നതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 എലമെൻറ്റ്സുകളെ ഇവിടെ നിന്ന് ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നതെന്ന് പറയുന്നത് 3, 9,
15, 18, 21. Okay. Now C minus A. Let's discuss C minus A. C minus A എന്ന് പറയുമ്പോൾ സിയിൽ നിന്നാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ആദ്യം വരുന്ന സെറ്റിൽ നിന്നാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ നമ്മൾ എടുത്ത് കളയേണ്ടത്. അപ്പോൾ C മൈനസ് A ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിയിൽ നിന്ന് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, പിക്കൗട്ട് ചെയ്ത് കളയുക. അപ്പം സിയിൽ നിന്ന് ഈ രണ്ട് സെറ്റിനകത്തും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് വരുന്നത്? 6ഉം 12ഉം തന്നെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അത് എവിടെ നമ്മൾ ഒഴിവാക്കണം? ഈ കാണുന്ന സിയിൽ നമ്മളങ്ങ് ഒഴിവാക്കണം. സോ 6ഉം 12ഉം പോയി കഴിഞ്ഞാൽ ബാക്കി സിയിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ 2, 4, 8, 10, 14, 16. Now we can see one more property there. A minus Cയും C minus Cയും എഴുതുകയാണെന്നുണ്ടെങ്കിൽ they are not equal. A minus Cയും C minus Cയും ഒരിക്കലും എന്താവത്തില്ല, ഈക്വലായിട്ട് മാറത്തില്ല. ഓക്കെ. അടുത്ത ഡി മൈനസ് ബി. വാട്ട് അബൌട്ട് ഡി മൈനസ് ബി? ഡി മൈനസ് ബി എന്ന് പറയുമ്പോൾ ഡിയിലും ബിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കുക. ഡിയിലും ബിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാടെ? 20 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട് അല്ലേ? രണ്ടിടത്തും 20 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. അങ്ങനെ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ നിന്ന് ഒഴിവാക്കണം? ഡിയിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഡിയിൽ നിന്ന് ഒഴിവാക്കാൻ നേരത്തെ 20 ഇവിടെ നിന്ന് പോയി. ബാക്കി ഇവിടെ ആരാണുള്ളത്? 5, 10, 15. ഓക്കെ. ആൻഡ് ഫൈനലി സി മൈനസ് ഡി. സി മൈനസ് ഡി എന്ന് പറയുമ്പോൾ സിയിലും ഡിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സുകൾ, സിയിലും ഡിയിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലമെൻറ്റ്സ് ആര് മാത്രമേ ഉള്ളൂ? 10 മാത്രമേ ഉള്ളൂ. വേറെ ഒരു എലമെൻറ്റ് പോലും കോമൺ ആയിട്ട് വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ സി മൈനസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിയിൽ നിന്ന് ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള 10 എലമെൻറ്റ് നമ്മൾ ഒഴിവാക്കുക. സിയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നമുക്ക് ആരൊക്കെ ഇവിടെ പറയാം? 2, 4, 6, 8, 10 ഇല്ല, പിന്നെ 12, 14, 16. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരിക്കലും ആർക്ക് ഈക്വലായിട്ട് മാറത്തില്ല? ബി മൈനസ് എക്ക് ഈക്വലായിട്ട് മാറത്തില്ല. ഓക്കെ. ഡിസ്കസ് അബൌട്ട് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. നമുക്കൊരു ഓപ്പറേഷനായിട്ട് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. എന്താണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ ഇട്ടിട്ട് മുകളിൽ നമ്മളൊരു ഡാഷ് കൊടുക്കാം, അല്ലെങ്കിൽ എ ഇട്ടിട്ട് മുകളിൽ സി. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് എ ഇട്ടിട്ട് മുകളിൽ ഡാഷ്, അല്ലെങ്കിൽ എ ഇട്ടിട്ട് മുകളിൽ സി. ഇതിനെ നമ്മൾ ഇതിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ഐഡന്റിഫൈ ദ യൂണിവേഴ്സൽ സെറ്റ് അസോസിയേറ്റഡ് വിത്ത് ദിസ്. ഈ കാണുന്ന സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ അറിഞ്ഞിരിക്കും. സോ നമുക്ക് ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നമുക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരാം, നമുക്ക് അതിന്റെ ബാക്കിയുള്ള പിക്ചേഴ്സിനകത്തോട്ട് നമുക്ക് വരാം. സോ ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഞാൻ അവിടെ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് സെറ്റുകളാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു. അത് 2, 4, 6, 8, 10. And what is the complement of the set A? എയുടെ കോംപ്ലിമെന്റ് എന്താണ്? ഞാൻ എ ഇട്ടിട്ട് മുകളിൽ ഡാഷ് ഇട്ടു. അപ്പോൾ നമ്മൾ അതിനെ വായിക്കുന്നത് എ കോംപ്ലിമെന്റ് എന്നാണ് വായിക്കുന്നത്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് which is equal to u minus e. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? യു മൈനസ് എ ഈക്വലാണ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കുക? എ നമ്മൾ ഒഴിവാക്കുക. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? യു മൈനസ് എക്ക് ഈക്വലായിട്ട് മാറും. ഓക്കെ. സോ വാട്ട് ഈസ് എ കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് യു മൈനസ് എ. യുവിൽ നിന്ന് ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ്സുകൾ നമ്മൾ ഒഴിവാക്കുക. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് യൂണിവേഴ്സൽ സെറ്റ് ആയതുകൊണ്ട്, എ എന്ന് പറയുന്ന സെറ്റിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ നോക്കും എയിലുള്ള എല്ലാ എലമെന്റ്സുകളും ഇവിടെ ഉണ്ടാവും, യൂണിവേഴ്സൽ സെറ്റിനകത്ത് ഉണ്ടാവും. ദാറ്റ് മീൻസ് അവരുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ആര് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും. അപ്പൊ യു മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന സെറ്റിൽ നിന്ന്, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ ആരെയും ഒഴിവാക്കുക? 2, 4, 6, 8, 10 എന്ന് പറയുന്ന എ എന്നുള്ള എലമെന്റ്സുകൾ നമ്മൾ ഒഴിവാക്കുക. അതിന് ഏതുള്ള എലമെന്റ്സുകൾ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ പറയാം ഇക്വൽ സെറ്റ് 1, 3, 5, 7, 9. നമുക്ക് വേണമെങ്കിൽ പറയാം ഇതെന്ന് പറയുന്നത് ഇവൻ നമ്പേഴ്സ് അല്ലേ. ആദ്യത്തെ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിനകത്തുള്ള ഇവൻ നമ്പേഴ്സ് ആണ് ഞാൻ കാണുന്നത്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈവൻ നമ്പേഴ്സ് അല്ലാത്തത് എന്താണ്? ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിനകത്ത് there are odd numbers. So the even natural numbers less than or equal to 10 എന്ന് പറയുന്നതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് which is equivalent to the odd natural numbers less than 10. 10 എന്ന് കണ്ടിച്ചിരുന്നാൽ odd natural numbers ആയിരിക്കും. അത്രയേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. ഇത് ഈവൻ നമ്പേഴ്സിന്റെ കോംപ്ലിമെന്റ് ഓഡ് നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സിന്റെ കോംപ്ലിമെന്റ് ഈവൻ നമ്പേഴ്സ്. പക്ഷെ നമ്മൾ സെറ്റിന്റെ കേസിനകത്ത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്? ഒരു യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഡിഫൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ, ആ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ സെറ്റിലെ എലമെന്റ്സുകൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ then we get എന്താണ് ഈ പറഞ്ഞ രീതിയിൽ കോംപ്ലിമെന്റ്. ഓക്കെ, ഇതാണ് നമുക്ക് കോംപ്ലിമെന്റ് എന്നുണ്ടെങ്കിൽ ഈ കോംപ്ലിമെന്റിന്റെ സെറ്റ് ബിൽഡർ ഫോം ആദ്യം പറയും. വാട്ട് ഈസ് സെറ്റ് ബിൽഡർ? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ഇത്രയുണ്ട്. വാട്ട് ഈസ് സെറ്റ് ബിൽഡർ ഫോം ഓഫ് കോംപ്ലിമെന്റ്? A complement is defined as set of all x such that x element of u but x not an element of k. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എഴുതാം x element of u minus a എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെ. ഇനി ഇതിന്റെ വെൻ ഡയഗ്രാം ഉണ്ട്. നമുക്ക് വെൻ ഡയഗ്രാം നമുക്ക് വേണം, എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള സംഗതിയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ് വെൻ ഡയഗ്രാം? വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇത്രയുള്ള, നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് വേണം. യൂണിവേഴ്സൽ സെറ്റ് always denoted by using rectangle. Then the set capital A is denoted by closed curve or usually by a circle. Then A complement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിനകത്ത് നമ്മൾ A ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ നമ്മൾ A ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത്രയും പാർട്ട് ഒഴിവാക്കുക, ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഈ കാണുന്നതാണ് അവിടുത്തെ എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് A കോംപ്ലിമെന്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോപ്പർട്ടീസ്. അതിനകത്ത് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഒരു സെറ്റിന് നമ്മൾ കോംപ്ലിമെന്റ് എടുക്കും, അതിന് നമ്മൾ ഒന്നുകൂടി കോംപ്ലിമെന്റ് എടുക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് A എന്ന് പറയുന്ന സെറ്റ് തന്നെയായിരിക്കും. അതായത് A കോംപ്ലിമെന്റ് നമ്മൾ ഒന്നുകൂടി കോംപ്ലിമെന്റ് എടുക്കണമെങ്കിൽ we will get this given set. അതായത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് the set itself. രണ്ടാമത്തെ പ്രോപ്പർട്ടി, നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി, യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എപ്പോഴും നൾ സെറ്റ് ആയിരിക്കും. കാരണം u മൈനസ് യു ആണ് വരുന്നത്. അപ്പൊ u മൈനസ് യു എന്ന് പറയുന്നത് നമുക്കറിയാതെ നൾ സെറ്റ് ആണ്, ആരും കാണത്തില്ല. ഫൈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവന്റെ കോംപ്ലിമെന്റ് ആണ്. ഒന്നുമില്ലാത്തവന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എല്ലാം ഉള്ളതാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഫൈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വലായിട്ട് മാറും? യുവിന് ഈക്വലായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ഡി മോർഗൻസ് ലോ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ നെയിം ചേർത്താണ് വിളിക്കുന്നത്. മോർ ഓവർ, ഈ ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്. എപ്പോഴും നമുക്ക് എക്സാമിന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വെരിഫൈഡ് ഡി മോർഗൻസ് ലോ. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയത്തില്ല, വെരിഫൈഡ് ഡി മോർഗൻസ് ലോ. നമുക്ക് ഒരിക്കലും അവിടെ സ്റ്റേറ്റ്മെന്റ് കാണത്തില്ല, ഡി മോർഗൻസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് കാണത്തില്ല. സോ ഡി മോർഗൻസ് ലോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് ഡി മോർഗൻസ് ലോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം, നമുക്ക് ഡി മോർഗൻസ് ലോ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഡി മോർഗൻസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുക്കുക, അതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഓരോ സെറ്റിന്റെയും കോംപ്ലിമെന്റ് എടുത്തിട്ട് അതിന് ഇന്റർസെക്ഷൻ എടുത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് A യൂണിയൻ B the whole complement എന്ന് പറയുന്നത് that will be equal to A complement intersection B complement. That is, നമുക്ക് അതിനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഡി മോർഗൻസ് ലോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
complement of the union of two sets is equivalent to the intersection of their complements. ആ സെറ്റുകളുടെ കോംപ്ലിമെന്റിന്റെ ഇന്റർസെക്ഷൻ ആയിരിക്കും. ഇതാണ് ഡിമോർഗൻസ് ലാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ യൂണിയൻ വരികയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടിനകത്ത് ഇന്റർസെക്ഷൻ വരും. ഇൻ ദ സെക്കൻഡ് കേസ് ഇഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വലന്റ് ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിന് ഈക്വൽ ആയിട്ട് മാറും. So A union B the whole complement is equal to A complement intersection B complement, while A intersection B the whole complement is equal to A complement union B complement. Okay. അതായത് A intersection ഇവിടെ അകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പുറത്ത് യൂണിയൻ, യൂണിയൻ അകത്ത് വരികയാണെങ്കിൽ ഇന്റർസെക്ഷൻ വരിക. അപ്പൊ ഈ രണ്ട് കേസസുകളും നമുക്ക് എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഡിമോർഗൻസ് ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. വെരിഫൈ ഡിമോർഗൻസ് ലോ എന്നാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ we have to verify both these results. ഈ രണ്ട് റിസൾട്ടുകൾ നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കണം. അല്ല വെരിഫൈ ദ ഡിമോർഗൻസ് ലോ ഫോർ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കൂടി തന്നിട്ടുണ്ടെങ്കിൽ ഏതാണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ എ മൈനസ് ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയും. ഒരിക്കലും എ മൈനസ് ബിയുടെ കോംപ്ലിമെന്റ് ഒരിക്കലും എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റിന് ഈക്വൽ ആയിട്ട് മാറത്തില്ല. ഓക്കെ. എ മൈനസ് ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ്. നമ്മളിവിടെ യൂണിയനും ഇന്റർസെക്ഷനും വന്ന സമയത്തുള്ള കോംപ്ലിമെന്റ് നമ്മൾ കണ്ടായിരുന്നു. എന്ന് വിചാരിച്ചിവിടെ എ മൈനസ് ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ആർക്ക് ഈക്വൽ ആയിട്ട് മാറത്തില്ല. വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഡിമോർഗൻസ് ലോ ആണ്. ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പലപ്പോഴുന്നല്ല നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വെരിഫൈ ഡിമോർഗൻസ് ലോ. ഓക്കെ. That we will discuss. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും.